ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഗൗരിമോളുടെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്നു. ഇനി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ സംവൃതയ്ക്കിഷ്ടം. സംവൃതയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഇന്നവൾ ഈ മുറിയിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് അവനെ നല്ലതുപോലെ അറിയാം. അവൻ എന്തായാലും ഇനി സന്യാസിയൊന്നും ആവാൻ പോകുന്നില്ല. എന്തൊക്കെയായാലും അവനൊരാണല്ലേ. അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ചതി അവൻ പൊറുക്കും തോന്നുന്നുണ്ടോ? എന്ത് ചതി? ഒരു സഹോദരന്റെ ജീവിതം നന്നാക്കാൻ ഒരു സഹോദരി ചെയ്യുന്ന ത്യാഗം. ഇതിനെ അങ്ങനെ കണ്ടാ മതി. ചതി പോലും. നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന എന്താ ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. 7-8 വർഷമായി അവന്റെ ഭാര്യ മരിച്ചിട്ട്. പക്ഷേ ദൈവം അന്ന് തന്നെ അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൊടുത്തു. അതും പഴയ ഓർമ്മകളൊന്നുമില്ലാത്ത ഒരുത്തിയെ. അതെന്തിനായിരുന്നു എന്ന് അമ്മ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അവന്റെ ഭാര്യയാകാൻ വേണ്ടി തന്നെയാ. ഇത്രയും കാലം ഗോകുലിനത് മനസ്സിലായില്ല. മരിച്ചു പോയവളുടെ ഓർമ്മയില് കാലം കഴിച്ചു. ഞാനും ഒരു പെണ്ണാ. അവന്റെ മനസ്സിലിപ്പോ സംവൃതയോട് നല്ലതുപോലെ സ്നേഹവും ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. വക്കീലാണെങ്കിലും ഒരു പെണ്ണിനോട് സ്വന്തം മനസ്സിലെ ഇഷ്ടം പറയാനുള്ള ധൈര്യമൊന്നും അവനിപ്പോഴും ഇല്ല. ഇന്നത്തെ രാത്രി അവരൊരുമിച്ചൊരു മുറിയിൽ കഴിഞ്ഞാ പിന്നെ അവർക്ക് പരസ്പരം ഒഴിവാകാൻ പറ്റില്ല. ദേ അവൻ വരുന്നുണ്ട്. നമ്മളിപ്പോ അവൻ കാണണ്ട. വാ. എന്റെ ഈശ്വര, എനിക്ക് പേടിയാവുന്നു. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഇന്നത്തോടെ എല്ലാം ശരിയാവും. മിക്കവാറും ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. നീ നോക്കിക്കോ. ഒരു ഭൂകമ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അവനെ എങ്ങനെ ഡീൽ ചെയ്യണോന്ന് എനിക്കറിയാം. ഇനി അവനെ ഇഞ്ചക്ട് ചെയ്യേണ്ട മരുന്ന് ഞാൻ കൊടുത്തോളാം. നീ എങ്ങോട്ട് പോന്നു? ഞാനേ അവനാ മരുന്ന് കൊടുത്തിട്ട് വരാം. ചമ്മലൊന്നും വേണ്ട. സംവൃത എന്നോട് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അവളെ ഈ മുറിയിൽ കൊണ്ടുവന്നാക്കിയത്. എന്താ വിശ്വാസം വരുന്നില്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഗോകുൽ ഇനിയും പഠിച്ചിട്ടില്ല. ഇത്രയും നാളും സംവൃത കൂടെ ഉണ്ടായിട്ടും അവളുടെ മനസ്സിലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെയാന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സാധിക്കില്ല. പുരുഷന്മാരുടെ ഏറ്റവും വലിയ പരിമിതിയാ അത്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെണ്ണിന് അതൊക്കെ തുറന്നു പറയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കൂടെയുള്ള പുരുഷൻ അതറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാ ജീവിതം സന്തോഷാവുന്നത്. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഒരു സഹോദരി എന്ന നിലയിലെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിൽ
എനിക്ക് പരിമിതിയുണ്ട്. പക്ഷേ സമൃദ്ധയ്ക്ക് എന്നോട് മാത്രമേ മനസ്സ് തുറക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത് ഞാൻ അവൾക്ക് വേണ്ടിയാ പറയുന്നത്. ഒന്നിച്ചൊരു ജീവിതത്തിന് അവള് തയ്യാറായി കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. എത്ര നാളാ ഇങ്ങനെ അക്കരെ ഇക്കരെ നിൽക്കുന്നേ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഗൗരിമോളുടെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്നു. ഇനി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ സമൃദ്ധയ്ക്കിഷ്ടം. സമൃദ്ധയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ ഇന്നവൾ ഈ മുറിയിലേക്ക് വന്നത്. ഇനി വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്താ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. ഇവിടെ എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ കാത്തിരിക്കുന്നത്. എനിക്കത്രേ പറയാനുള്ളൂ. ആ, ഇന്ന് ഞാനേ ഗൗരിമോളുടെ കൂടെയാ കിടക്കുന്നേ. എന്റെ മുറി ഞാൻ പൂട്ടി. ഇനി വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ആഹാ, ഇന്ന് കടയടച്ചോ? ഓ, ഇത്രയും സമയത്തെ കച്ചവടമൊക്കെ മതി. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 4-5 പേരും കൂടി വന്നേനെ. ഒട്ടും ബാക്കി വരില്ലായിരുന്നു. അതൊന്നും സാരമില്ലടി. നീ ആ പാത്രം കൊണ്ട് കൊടുക്കുക, അവള് കഴിവയ്ക്കും. ബാക്കി വന്ന ചോറും കറികളും നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ കൊടുക്കാം. അങ്ങനെ ചിന്തിക്കരുത് മോളെ. അധികമൊന്നും ബാക്കി വന്നിട്ടില്ലല്ലോ. നമുക്കിത് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇന്ന് കൊടുത്തതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് നാളെ ആളുകൾക്ക് കൊടുക്കുന്നത് അതത്ര നല്ല രീതിയല്ല. ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കുന്നതിൽ എന്താ കുഴപ്പം? അതെ മോളെ, ആഹാരം കഴിക്കുമ്പോ രുചി ഉണ്ടാവുന്നത് നാവിൻ തുമ്പത്ത് മാത്രമല്ല, മനസ്സിലും കൂടിയാ. ഇന്ന് ബാക്കി വന്ന ചോറും കറികളും നാളെയാണെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷേ കഴിക്കുന്ന ആഹാരത്തിന് പണം തരുന്നവർക്ക് അത് കൊടുക്കാൻ പാടില്ല, അല്ലേടി? അത് നമ്മൾ വാങ്ങിക്കുന്ന പണത്തിനോട് കാണിക്കുന്ന നീതികേടാ. ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയില്ലായ്മയാ. നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി തന്നെ വേണം വരുന്നവർക്ക് കൊടുക്കാൻ. പണം നൽകി ആഹാരം കഴിക്കാൻ വരുന്നവരാ നമ്മുടെ മുമ്പിൽ ദൈവം. ഈ പഴങ്കഞ്ഞി നമ്മൾ ഇത്രയും നേരം പാത്രത്തിൽ തവിയിട്ട് വിളമ്പയല്ലേ. നാളത്തേക്ക് ഏത് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതില്ലാതാവും. ബാക്കിയുള്ളത് നമുക്കും കഴിക്കാന്നേ. ഇന്നിനിയിപ്പം എന്തായാലും ആർക്കും പഴങ്കഞ്ഞി സെയിലില്ല. ഈ അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയാ. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിന്ന് പിന്നോട്ട് മാറത്തില്ല. അബദ്ധം ചിന്തിച്ചു കൂട്ടിയത് ഞാനാ. ഞാൻ നമുക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. സോറി ആന്റി, ഇനി ഞാൻ അങ്ങനെ പറയില്ല.